ഹായ് ഹലോ. അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നുള്ള നല്ല ടെൻഷനിലായിരിക്കും അല്ലേ എല്ലാ അമ്മമാരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി കാണാം കേട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുട്ടിക്കുള്ള ലഞ്ച് ബോക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ക്യാരറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ 2 ടീസ്പൂണോളം തേങ്ങയാട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി തേങ്ങയൊന്നും ഒരുപാട് ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. നല്ലോണം ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2-3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മളിപ്പം ചേർത്തിട്ടുള്ളത് ഏലക്കായാണ്. 2 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. ഇനി നമുക്ക് തേന് വേണമെങ്കിൽ തേന് ചേർക്കാം കേട്ടോ. ഇനി മധുരത്തിനൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയും ക്യാരറ്റും തേങ്ങയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് മിക്സ് ആക്കി എടുക്കേണ്ടിയില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മൈദ ചേർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം കേട്ടോ. ഇനി റാഗിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കുക ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാനിപ്പം ഗോതമ്പൊടിയാണ് ചേർക്കുന്നത്. മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് മാത്രം കേട്ടോ പൊടി ചേർക്കുന്നുള്ളൂ. ഒരുപാട് പൊടി ചേർക്കരുത്, അപ്പം പൊടിയുടെ ടേസ്റ്റാണ് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാനേ പാടില്ല. അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ക്യാരറ്റ്, തേങ്ങയും പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇനിയിപ്പം ക്യാരറ്റും നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്താൽ മതി കേട്ടോ. കുറച്ച് പാൽ മാത്രം ചേർക്കുക, നമ്മൾ സാധാ വെള്ളം ചേർക്കുന്നില്ലേ, അതിൻ്റെ ആവശ്യം വരില്ല. എന്നാലും നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പാൽ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ക്യാരറ്റും തേങ്ങയും നമ്മളെ പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സ് ആക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പൊടി എടുക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ ഏത് പൊടി എടുത്താലും ഒരുപാട് ചേർക്കാനേ പാടില്ല. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ പൊടി അതിൽ ചേർത്തെന്ന് അറിയാനേ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ആ ഒരു ദോശക്കല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവെന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കാം, ഗീ ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇതിൻ്റെ സൈഡ് ഭാഗത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നല്ല തടിയിൽ ഉണ്ടാക്കണ്ട കേട്ടോ, നമുക്ക് കുറച്ചൊന്ന് നൈസായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു സൈഡ് ഭാഗത്തോട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഗീയോ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ, ഒന്ന് കളറൊന്ന് മാറി തുടങ്ങുന്ന നല്ലൊരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് ഒരു സൈഡ് ഭാഗത്ത് നിന്ന് ഈ ഒരു സൈഡിലേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഷേപ്പിലാട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, കളറൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിനെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അടയുടെ ഷേപ്പൊക്കെ വന്നല്ലോ, അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റിനായിട്ട് ഉണ്ടാകാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ 2 സൈഡും ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. അതിൻ്റെ ഉൾഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്തൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ ഒരു ടൈം വരെ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയതാ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ആ ഒരു മുട്ടയുടെ ടേസ്റ്റും ഉണ്ടാവില്ല, ആ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഏലക്കായുടെയും ആ ഒരു തേങ്ങയുടെയും ക്യാരറ്റിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാട്ടോ കിട്ടാനേ. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മളെ ക്യാരറ്റ് അട റെഡി ആയിട്ടുണ്ട്.
എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.